ഏവർക്കും സ്നേഹവന്ദനം. ഈ അടുത്ത സമയത്ത് കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയുമെന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും കൊണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ സഭ. പ്രത്യേകിച്ച് ഓർഗനൈസർ എന്ന് പറയുന്നതായിട്ടുള്ള RSSന്റെ ഒരു വലിയ അവരുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുഖപത്രത്തിൽ വളരെ കൃത്യമായിട്ട് വന്ന ഒരു വാർത്തയാണ് കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ളത്. അത് വിവാദമായതിനെ തുടർന്ന് അവരെ പിൻവലിക്കാൻ ഇടയായിത്തീർന്നു. എന്നാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഒരുപാട് കന്യാസ്ത്രീകൾ, സന്യസ്തരായിട്ടുള്ള കന്യാസ്ത്രീകളും അതുപോലെ അച്ഛന്മാരും ഒക്കെ കേരളത്തിന്റെ വെളിയിൽ പല സംസ്ഥാനങ്ങളിലും ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും അവരെ ജാമ്യമില്ലാ വകുപ്പ് ചാർത്തി ജയിലിലടയ്ക്കുകയും ചെയ്യുന്നതിന്റെ വിവരണങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത, കുങ്കൂർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് നടത്തുന്നതായിട്ടുള്ള ഹോളി ക്രോസിൻ്റെ ഒരു ഹോസ്പിറ്റൽ, അവിടെ നഴ്സിംഗ് കോളേജ് ഉണ്ട്. അതിൻ്റെ പ്രിൻസിപ്പാളായിരിക്കുന്ന സിസ്റ്റർ ബിൻസി ജോസഫ് കോട്ടയംകാരിയാണ്. സിസ്റ്റർ ബിൻസി ജോസഫിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചാർത്തിക്കൊണ്ട് സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത, വേദനാജനകമായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി കഴിഞ്ഞ ജനുവരി മാസം മുതൽ ക്ലാസ്സിൽ പങ്കെടുക്കുകയോ അവൾക്ക് കൊടുത്ത ഹോസ്പിറ്റൽ ഡ്യൂട്ടി അവൾ ചെയ്യുകയോ ചെയ്യാതിരുന്നു. GNM ആണ് കോഴ്സ്. ആ കോഴ്സ് പഠിക്കുമ്പോൾ തീർച്ചയായും ഹോസ്പിറ്റൽ ഡ്യൂട്ടി വളരെ എസെൻഷ്യലാണ്. അത് ചെയ്യാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പേരൻസിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞതിന് പകരമായിട്ട് അവളെ കലക്ടർക്കും മറ്റുള്ളവർക്കൊക്കെ പരാതി കൊടുക്കുകയും അതിൻ്റെ പിന്നിലൊക്കെ ഒരു പറ്റും ആളുകളുണ്ടെന്നുള്ളത് ഏവർക്കും ഒരല്പം ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവർ വളരെ ശക്തമായിട്ട് തന്നെ സിസ്റ്റർക്കെതിരെ മതപരിവർത്തനം എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ നീതിന്യായ സംഹിതയിലെ 299 അതേപോലെ 319 വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് സിസ്റ്ററിനെതിരെ കേസ്, ജാമ്യമില്ലാ വകുപ്പ് ചാർത്തിയാണ് കേസ് എടുത്തിരിക്കുന്നതും ജയിലിലിട്ടിരിക്കുന്നതും. അപ്പോൾ ഇത് ഒരു സമൂഹത്തെ നവീകരിക്കുവാൻ, അവരെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയെടുക്കുവാൻ, അവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി പോയ ഒരു സിസ്റ്ററുടെ ഒരു ചെറിയ സംഭവം മാത്രം. ഇതുപോലെ ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ്, ആയിരക്കണക്കിന് അച്ഛന്മാർ, ആയിരക്കണക്കിന് പാസ്റ്റേഴ്സ് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വ്യത്യസ്തമായ രീതികളിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല പങ്കും വെളിയിൽ വരുന്നില്ല. 90% വാർത്തകളും വെളിയിലേക്ക് വരുന്നില്ല. നമ്മൾ കേൾക്കുന്നത് കേവലം 10% വാർത്തകൾ മാത്രമാണ്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ, ചാനൽ ചർച്ച ഞാൻ പറയുകയുണ്ടായി, 109 പേരെ UP സാധാരണ വിശ്വാസികൾ യാതൊരു കാരണവും കൂടാതെ അവർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ അവരുടെ പേരിൽ മതപരിവർത്തന വകുപ്പ് ചാർത്തിക്കൊണ്ട് ജയിലിൽ അടച്ചിരിക്കുകയാണ്, ജാമ്യം കൊടുക്കാതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ കുറച്ച് ആളുകൾ സംഘപരിവാറിനോട് ചേർന്നുകൊണ്ട് പറയുന്നതായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവരെയൊക്കെ ക്രൈസ്തവ പേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയേണ്ടി, എന്താ വിളിക്കേണ്ടിയെന്നൊന്നും അറിഞ്ഞുകൊണ്ട് തന്നെയല്ല, നമ്മുടെ സ്റ്റാൻഡേർഡിൽ പറ്റിയ ഒരു ഇതുമല്ലല്ലോ അവരുടെയൊക്കെ സംഭാഷണം. ഒരു വണ്ണമുള്ള നേതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്. അത് അമ്പലങ്ങളുടെയൊക്കെ മുമ്പിൽ പോയിട്ട്, ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോയി ക്രൈസ്തവ പാതിരിമാരും സിസ്റ്റേഴ്സും ഒക്കെ വേണ്ടാധീനം പറയുന്നതുകൊണ്ടാണ് അവർക്കെതിരെ പീഡനം ഉണ്ടാകുന്നതെന്ന്. ഈ പറയുന്നവനെയൊക്കെ കേരളത്തിന് വെളിയിൽ കൊണ്ടുപോയി കുറച്ച് ദിവസം നടത്തുകയാണ് വേണ്ടുന്നത്. അതാണ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ശിക്ഷ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളം അല്ലാതെ അതിനപ്പുറം കാണാത്തവനും, പ്രത്യേകിച്ച് കോട്ടയം ജില്ല വിട്ട് വേറെ എങ്ങും പോകാത്തവനും കൂടി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോടതി വരെ പോകുന്നവനും അല്ലെങ്കിൽ എറണാകുളം കോടതി വരെ പോകുന്നവനുമായ വ്യക്തികളുടെയൊക്കെ വാക്കുകൾ, എത്ര ഇങ്ങനെയുള്ള ഹീനമായ വാക്കുകൾ പറയാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് അഭ്യാസം കിട്ടിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് റീസണുണ്ട്, കൃത്യമായ റീസണുണ്ട്. നിങ്ങൾ അറിയണം, ഞാൻ ആരംഭം മുതൽ തന്നെ ഇത് പറഞ്ഞതാണ്. പലപ്പോഴും അതിനെതിരെ വലിയ വിമർശനങ്ങൾ എനിക്കെതിരെ ഇവിടുത്തെ ചില സംഘപരിവാർ സംഘടനകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ അഴിച്ചുവിട്ട്, ഞാൻ അവരുടെ സംഘടനകളുടെ പേരുകളൊന്നും പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അവരഴിച്ചുവിട്ട ആരോപണം, എൻ്റെ പേരിൽ ആരോപിച്ചത് ഞാൻ ഈ സുഡാപ്പികളുടെ കാശ് വാങ്ങിയിട്ട് അവരിൽ നിന്ന് ബിരിയാണി വാങ്ങി കഴിച്ചിട്ടാണ് കൊടപ്പനക്കുന്നിൽ പോയി ബിരിയാണി കഴിക്കുന്നത്. ഞാൻ കൊടപ്പനക്കുന്നിൽ ഇന്ന് വരെ അവരുടെ ആരുടെയും കുടുംബങ്ങളിൽ കയറിയിട്ടില്ല. ഈ പറയുന്ന തങ്ങന്മാരുടെ ഒരു വീട്ടുകളിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ ഒരു സുഡാപ്പിയുമായിട്ട് ആ വിധത്തിലൊരു ബന്ധം എനിക്കില്ലതാനും. സുഡാപ്പികളെയും വേണ്ടുന്ന പോലെ വിമർശിക്കുക, അവരുടെ തെറ്റുകളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും ആ വിധത്തിലൊരു കടപ്പാടുകളൊന്നുമില്ല. സത്യത്തോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ, നീതിയോടും ന്യായത്തോടും കൂടെ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ എന്നുള്ളത് എന്നെ അടുത്തറിയുന്നവർക്കും എന്നെ ശ്രവിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ എന്തെങ്കിലും എഴുതണമല്ലോ എന്ന് വിചാരിച്ചിട്ട്
തൊഴിലില്ലാതിരിക്കുന്ന കുറച്ച് പേര് പല പേരുകളിൽ അവർ വന്നിട്ട് വീഡിയോയുടെ താഴെ കുറേ കമൻസുകളൊക്കെ ഇടും. അത് നല്ലതാണ്, കാരണം വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടുകയും ചെയ്യും. നിങ്ങൾ എഴുതിക്കൂ, നിങ്ങൾക്ക് മറുപടി തരാൻ ഇവിടെ സാധാരണ ജനങ്ങൾ തന്നെ ഉണ്ട്, അവർക്ക് എന്നെ അറിയാം, അവർ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടിയും തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എഴുതണം, കാരണം നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കുന്നായ്മകൾ എഴുതിയെങ്കിലേ സാധിക്കുള്ളല്ലോ. എന്നാൽ ഞാൻ പറയുന്നത് കുന്നായ്മകളൊന്നുമല്ല, ഞാൻ പറയുന്നത് വാസ്തവങ്ങളാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ നടത്തുവാൻ തക്കവണ്ണം കച്ചകെട്ടി ഇറങ്ങിയതായ ഒരു പറ്റം സംഘപരിവാർ സംഘാംഗങ്ങൾ, ഹൈന്ദവരല്ല, അത് പ്രത്യേകം ഓർത്തോണം. ഹൈന്ദവ സഹോദരങ്ങൾ ആരും തന്നെ അങ്ങനെ ചെയ്യുന്നവരല്ല. എന്നാൽ സംഘപരിവാർ എന്ന് പറയുന്നതായിട്ടുള്ള അവർ ആര്യ രക്തവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്, ആര്യത്തിൻ്റെ മതസംഹിതകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ അവരെ കാണണം, അല്ലാതെ നമ്മൾ അവരെ ഹൈന്ദവരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. ഹൈന്ദവരെയൊക്കെ നമ്മൾ കാണുന്ന നമ്മുടെ സ്നേഹിതന്മാരും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ, എൻ്റെ കുടുംബത്തിലും ഹൈന്ദവ സഹോദരങ്ങൾ പലരുണ്ട്. എൻ്റെ കുടുംബത്തിൽ നിന്ന് പലരെ ഹൈന്ദവ സഹോദരങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഹൈന്ദവരുടെ കുടുംബങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബത്തിലേക്കും പലരെ വിവാഹം കഴിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അതിനകത്തൊന്നും ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ അവരുടെ സ്നേഹിതനും അവരെൻ്റെ സ്നേഹിതനുമാണ്. അപ്പം എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. അല്ലാതെ ഈ മീനച്ചിൽ കിടക്കുന്നവൻ പറയുന്ന പോലൊന്നും അല്ല എൻ്റെ അനുഭവങ്ങൾ. അപ്പം ഒരു കാര്യം ഞാൻ പറയാം, ആര്യ മതത്തോട് ചാരി നിൽക്കുന്നവരും സനാതനധർമ്മം ഇവിടെ പുലരണമെന്ന് വാശി പിടിക്കുന്നവരുമായിട്ടുള്ള ആര്യമതത്തിൻ്റെ വാക്താക്കളായിട്ടുള്ള ആളുകൾ അവർ കാട്ടിക്കൂട്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നേരത്തെ തന്നെ വാണിംഗ് ആയിട്ട് താക്കീതായിട്ട് ഞാൻ പറഞ്ഞാണ്. അന്ന് നിങ്ങൾ കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും എന്നുള്ളത്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതായിരുന്നു അവരുടെ അജണ്ട. നേരത്തെ തന്നെ ഞാനിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ അജണ്ടയാണ്. അവരാരും തന്നെ ക്രൈസ്തവരോടുള്ള സ്നേഹം കൊണ്ടോ പ്രേമം കൊണ്ടോ അല്ല ക്രൈസ്തവൻ്റെ തോളത്ത് കൈയിടാൻ ആഗ്രഹിച്ചത്. മറിച്ച് ക്രൈസ്തവനാണ് ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവർ ലോകത്തിൻ്റെ പല കോണുകളിലുമുള്ളവരും ജ്ഞാനമുള്ളവരും വിദ്യാസമ്പന്നരും ലോകത്തെ തന്നെ ശരിയായ വിധത്തിൽ നിയന്ത്രിക്കുന്നതിൽ വളരെ പങ്ക് വഹിക്കുന്നവരുമാകിയാൽ അവരെ തങ്ങളുടെ കൈക്കുള്ളിലാക്കിയാൽ മാത്രമേ, അവരുടെ ചങ്ങാത്തത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ തങ്ങൾക്കെതിരെ അവർ സംസാരിക്കാതിരിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവർ കരുക്കൾ നീക്കി ആ നീക്കിയതായിട്ടുള്ള ട്രാക്കിലേക്ക് ചില ആളുകൾ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി, ക്രൈസ്തവ പ്രേമമൊന്നുമല്ല അങ്ങനെയുള്ള ആളുകൾ അതിലേക്ക് വീണത്. അവരവരുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം, അവരവരുടെ ഖജനാവുകൾ പൂട്ടിപ്പോകാതിരിക്കാനുള്ള കാര്യത്തിന് വേണ്ടി ആ ട്രാപ്പിലേക്ക് അവർ വീണു. തൽഫലമായിട്ട് എന്താ സംഭവിച്ചത്? കേരളത്തിന് വെളിയിൽ ക്രൈസ്തവർക്കെതിരെ ഈ പറയുന്ന സംഘ പരിവാർ അഥവാ ആര്യ മത വാക്താക്കൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ വാ തുറക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവരുമായിട്ടുള്ള ചങ്ങാതിത്വം അവരുണ്ടാക്കി വെച്ചു. എന്നിട്ട് ആ ചങ്ങാതിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നാവിനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്, അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുവൻ പറഞ്ഞത്, എന്ത്, ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോയി വേണ്ടാധീനം പറഞ്ഞു. ഏതെങ്കിലും ഒരു അച്ഛനോ ഒരു പാസ്റ്ററോ ഒരു കന്യാസ്ത്രീയോ ഏതെങ്കിലും ഒരു മറ്റ് ആരാധനാ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഹീനകൃത്യങ്ങൾ എവിടെയെങ്കിലും ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ടോ? മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന മാർഗമാണ് ക്രിസ്ത്യ മാർഗം. കാരണം ക്രിസ്തീയ മതം അല്ലല്ലോ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നൊരു മതമല്ല, അതൊരു ജീവിത സ്വർഗീയമായിട്ടുള്ള മനുഷ്യ നിത്യജീവനെക്കുറിച്ചുള്ള മനുഷ്യന് ലഭ്യമായിരിക്കുന്ന മാർഗമാണ്, വഴിയാണ്, സത്യമാണ്, ജീവനാണ്. അപ്പോൾ ആ ജീവനിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ വെറുക്കാൻ കഴിയുക? ഒരിക്കലും വെറുക്കാൻ കഴിയില്ല. അപ്പോൾ എന്നോട് ഇന്നലെ ഒരു സുഹൃത്ത് ദൂരത്തു നിന്ന് വിളിച്ചിട്ട്, വേറൊരു അന്യനാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ നമ്മൾ അവരുമായിട്ട് ചേർന്ന് പോയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. എന്തൊരു ഭയമാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത്. ഇവിടുത്തെ സംഘപരിവാറുമായിട്ട് ചേർന്ന് നിന്നാൽ മാത്രമേ ക്രൈസ്തവന് നിലനിൽപ്പുള്ളൂ, അവന് ജീവിക്കാൻ കഴിയുമെന്ന് ഒരാൾ പറയണമെങ്കിൽ അവൻ്റെയൊക്കെ ഹൃദയത്തിൽ കിടക്കുന്ന ഭീതി, ഇരുട്ട് എത്ര വലുതാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇതെൻ്റെ രാജ്യമാണ്, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർ ഇന്ത്യയിൽ. അപ്പോൾ എൻ്റെ രാജ്യത്തോട് എനിക്ക് കൂറുണ്ട്. എൻ്റെ രാജ്യം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് തന്നെയാണ്. ആ രാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവൻ സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള എന്നോടാണ് പറയുന്നത്, സംഘപരിവാറുമായിട്ട് കൂട്ടുപിടിച്ചാൽ മാത്രമേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ. ഷെയിം ഓൺ യു എന്നല്ലാതെ പറയാൻ കഴിയില്ല അങ്ങനെയുള്ളവരോട്. എൻ്റെ സ്നേഹിതന്മാരൊക്കെയാണ് ഇതിൽ പറയുന്ന പലരും. കാരണം അവർ പോയി ഈ ട്രാപ്പിൽ വീണിരിക്കുകയാണ്. ആ ട്രാപ്പിൽ നിന്ന് അവർ കൂരി വരാൻ കഴിയില്ല. അപ്പോൾ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ പാസ്റ്റേഴ്സോ അടി കൊണ്ടോട്ട് ജയിലിൽ കിടന്നോട്ട് അതൊന്നും കേരളത്തിലുള്ളവരെ ബാധിക്കുന്നില്ലല്ലോ. അതാണ് ഇവന്മാരുടെ എന്ത് സ്വാർത്ഥന്മാരാണിവർ, എന്ത് ഹീനന്മാരാണിവർ. അതിനേക്കാൾ
വലിയ പര്യായങ്ങളൊന്നും ഇവരെക്കുറിച്ച് പറയാൻ എനിക്കില്ല. ഇവരുടെ സ്വന്തം താല്പര്യം, അവരുടെ കുടുംബത്തിൻ്റെ താല്പര്യം മാത്രമാണ് അവർ നോക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ ബൃഹത്തായ രാജ്യത്ത്, മനോഹരമായ രാജ്യത്ത്, ലോകത്തിൻ്റെ മുമ്പാകെ ഉന്നതിയിലേക്ക് ഉയർന്നു വരേണ്ടുന്ന ഈ രാജ്യത്തെ ഒരു പറ്റം ആളുകൾക്ക് വേണ്ടി അടിമകളാക്കി വെക്കാനായിട്ട് സ്വയമേ അടിമത്വം പ്രഖ്യാപിക്കുന്ന ക്രൈസ്തവർ, നിങ്ങൾക്ക് നാണമുണ്ടോ ക്രിസ്ത്യാനി എന്ന് പറയാനായിട്ട്? കാരണം എന്താ? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇനിയും അടിമനുഖത്തിന് കീഴിലേക്ക് പോകരുതെന്ന് വളരെ കൃത്യമായിട്ട് ദൈവവചനം പറയുമ്പോൾ അടിമനുഖത്തിലേക്ക് നിങ്ങൾ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സംഘപരിവാറിൻ്റെ അടിമത്തത്തിലേക്ക് പോകുവാൻ നാണമില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് അവര് കത്തോലിക്ക സഭയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് ഓർഗനൈസറിൽ എഴുതിയത്. എന്താ സഭയ്ക്കെതിരെ എഴുതിയത്? അവർ ഇന്ത്യയിൽ വഖഫ് ബോർഡിനുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ സ്ഥലം സ്വന്തമായിട്ടുണ്ട്, അതിനാൽ കൂടുതൽ വർത്തമാനമൊന്നും കത്തോലിക്ക സഭ പറയണ്ട എന്നാണ് ഇപ്പോൾ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന വാർത്തയുടെ അർത്ഥം. ആലോചിച്ച് നോക്കി, എത്ര കോടി ഏക്കേഴ്സാണ് കത്തോലിക്ക സഭയുടെ ഉള്ളതെന്നൊക്കെ അവർ പുറത്തുവിട്ടുണ്ട്. അവർ പ്രസ്താവന ഇറക്കുമ്പോൾ എന്നോടൊപ്പം ഒരു ചാനൽ ചർച്ചയിൽ ഒരു പാനലിലുണ്ടായിരുന്ന BJP വാക്താവായിരുന്ന ക്രിസ്തീയ നാമധാരിയായിട്ടുള്ള വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്. അത് ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ സൊസൈറ്റിയുടെ എഴുത്തുകളാണ്. ഇൻ്റലക്ച്വൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇത്തരം വിഡ്ഢിത്തരം പറയുന്നവരാണെങ്കിൽ സാമാന്യ ജനം അതിനകത്തെ എത്ര വലിയ വിഡ്ഢികളായിരിക്കും നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. 17 കോടി ഏക്കർ സ്ഥലം കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിലുണ്ടെന്ന്. 17 കോടി, നിങ്ങൾ ശ്രദ്ധിക്കണം, 17 കോടി ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തൊരു പമ്പര വിഡ്ഢിത്തരമാണ്! നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ 3-4 സംസ്ഥാനങ്ങൾ ചേർന്നാൽ പോലും അത്രയും ഇല്ലെന്നേ. അതുപോലും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തവരാണ് അവരുടെ ഇൻ്റലക്ച്വൽ ഗ്രൂപ്പ് എന്ന് എൻ്റെ സഹ പാനലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ചിരിക്കല്ലാതെ എന്താ വേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കല്ലാതെ എന്താ വേണ്ടത്? അപ്പോൾ കേരളത്തിലെ ജനതയുടെ അടുക്കൽ അവർ വന്നിട്ട് തോളത്തിങ്ങനെ കൈയിട്ട് സ്നേഹമൊക്കെ നടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വായ താഴിട്ട് പൂട്ടാനും അവർക്ക് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ രാജ്യത്തില്ലായ്മ ചെയ്യുകയും വേണം. എന്തിനാണ്? അപ്പോൾ നിങ്ങൾ സാമാന്യ ജനം ചിന്തിച്ചേക്കാം, വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും ആതുര സേവനം ചെയ്യുന്നതിനും ഒക്കെ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? അത് വെറുതെ പറയായിരിക്കും അച്ഛൻ. അതിന് തടസ്സപ്പെടുത്തുന്നതിന് കാരണമുണ്ട്. കാരണം ഈ പറഞ്ഞ ആര്യ മതം വിശ്വസിക്കുന്നത്, അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അവർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിനകത്തൊരു തിയോളജി ഉണ്ട്, അതുകൊണ്ട് അതിനകത്ത് പറയുന്നത് പുനർജന്മത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മഫലം. ഇപ്പം ഒരു ആള് ചണ്ടാളനായി ജനിച്ചത്, അല്ലെങ്കിൽ ഒരാൾ ഏഴയായി ജനിച്ചത്, ഒരു ഗോത്രവർഗ്ഗക്കാരനായി ജനിച്ചത് മുൻ ജന്മത്തിലെ പാപം കൊണ്ടാണ്. അപ്പോൾ മുൻ ജന്മത്തിലെ പാപം കൊണ്ട് ഒരുത്തൻ ഈ വിധത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ ആരെല്ലാം ശ്രമിക്കുന്നോ അതെല്ലാം തന്നെ ദൈവിക പദ്ധതിക്ക് എതിരായിട്ട് അവർ വിശ്വസിക്കുന്നു. അവരുടെ ഈശ്വര പദ്ധതിക്കെതിരാണ്. അതുകൊണ്ട് തന്നെ അവർ ഉപദ്രവിക്കപ്പെടണം, അവരില്ലായ്മയായി പോകണം. അതാണ് അവരുടെ തിയോളജി. അപ്പോൾ ആ തിയോളജിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ സഭ ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, താഴെക്കടയിൽ കിടക്കുന്ന മനുഷ്യർക്ക് ഇതുപോലുള്ള ഉപകാരങ്ങൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ അവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 20,000 കോടി രൂപ നിശ്ചയിച്ചിരിക്കുന്ന, മൂല്യം നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള 17 കോടി ഏക്കർ സ്ഥലത്തിന് മൂല്യം നിശ്ചയിച്ചിരിക്കുന്നവർ, നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ. കാരണം എന്താണെന്നറിയാമോ? ഒരേക്കർ സ്ഥലത്തിന് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന മൂല്യം 1157 രൂപ മാത്രമാണ്. എവിടെ കിട്ടും ഒരേക്കർ സ്ഥലം 1157 രൂപയ്ക്ക്? ഇത് എഴുതുന്ന സമയത്ത്, പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അല്പം ഇൻ്റലക്ച്വലുള്ള ഒരുത്തൻ, ഒരല്പമെങ്കിലും ഉണ്ടായിരുന്ന ഒരുത്തനാണെങ്കിൽ അതൊന്ന് കൂട്ടി നോക്കുകയല്ലേ, ഒന്ന് നോക്കുകയല്ലേ? അതുപോലും നോക്കാൻ തക്കവണ്ണം യാതൊരു വിധത്തിലുള്ള ബോധവും ഇല്ലാത്തവനായിരുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ പൊതു സ്വത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും ഇരട്ടി മാത്രം സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിന് നേർപകുതിയാണ് കത്തോലിക്ക സഭയുടെ കയ്യിലുള്ളതെന്നാണ്. അപ്പോൾ ഇത് പറഞ്ഞു വെക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്തോലിക്ക സഭയാണ് ഇവിടുത്തെ ജിഹാദികളെക്കാൾ കൂടുതലായിട്ട് ജനങ്ങളുടെ സ്വത്തുക്കളെല്ലാം അപഹരിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള അത്യന്തം അബദ്ധജടിലമായ വാദഗതിയെ മുഖവിലക്കെടുത്തിട്ട്
പല ആളുകളും കടുത്ത വിമർശനവുമായിട്ട് രംഗത്തുണ്ട്. അതാണ് വേറെ രസം. അപ്പം എത്രമാത്രം നുണയാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നതെന്നും ബാലിശ്യമായിട്ടുള്ള വാദഗതികളാണ് ഉന്നയിക്കുന്നതെന്നുള്ളത് ഈ പറഞ്ഞ കൂട്ടർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ വേറൊരു എൻ്റെ സ്നേഹിതനായ അച്ഛൻ എനിക്കൊരു മെസ്സേജ് അയച്ച, അച്ഛാ ഇത് ഓർഗനൈസറിലേക്ക് എടുത്തിരിക്കുന്നത് ജിഹാദികളുടെ സൈറ്റിൽ നിന്നാണ്. എൻ്റെ മറുചോദ്യം ഇതാണ്, ജിഹാദികളുടെ സൈറ്റിൽ നിന്ന് ഇതുപോലുള്ള വസ്തുതാപരമല്ലാത്ത അസത്യങ്ങളെല്ലാം തന്നെ എടുത്ത് തങ്ങളുടെ സൈറ്റിലേക്ക് ഇട്ടുകൊടുക്കാൻ തക്കോണം അത്ര ബുദ്ധിഹീനരായിട്ടുള്ള ഇവർ നിഷ്കളങ്കരാണോ? ക്രൈസ്തവ സഭയോട് സ്നേഹം പുലർത്തുന്നവരാണോ? കത്തോലിക്ക സഭയോട് സ്നേഹം പുലർത്തുന്നവരാണോ? ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ വേറെ എൻ്റെ ഒരു സ്നേഹിതൻ എഴുതി രണ്ടുപേരെ ചേർത്ത് പിടിക്കുന്നതിനെ കുറിച്ച്. ഞാൻ ചോദിക്കട്ടെ, രണ്ടല്ല, നിങ്ങൾ കേരളത്തിലുള്ള എല്ലാ സംഘപരിവാർ അംഗങ്ങളെയും ചേർത്ത് പിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ചേർത്ത് പിടിച്ചോ. അതുകൊണ്ടൊന്നും അവരുടെ സ്വഭാവത്തിന് മാറ്റം വരികയില്ല, നിങ്ങളോടുള്ള മനോഭാവത്തിനും മാറ്റം വരികയില്ല. അതൊക്കെ ഞാൻ കണ്ടറിഞ്ഞവനും കൊണ്ടറിഞ്ഞവനുമാണെന്നേ. ഇത് ഇന്നും ഇന്നലെ ഒന്നും പറയുന്നതല്ലല്ലോ. ഇതൊക്കെ നേരത്തെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഭൂസ്വത്തുക്കൾ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഇങ്ങനെ ഇഷ്ടദാനം കൊടുത്തിട്ട് അത് ദൈവത്തിന് കൊടുത്തതാണെന്നൊന്നും അവരാരും വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്ന ഇഷ്ടദാനം കൊടുത്തവരുണ്ട്. ഒരു ദേശത്ത് കത്തോലിക്ക സഭയിലെ സിസ്റ്റേഴ്സും അച്ഛന്മാരും നമുക്കറിയാവുന്ന പോലെ ധാരാളം ഡയസിസ് ഉണ്ട്, അവർക്ക് ധാരാളം സന്യസ്ത മഠങ്ങളുണ്ട്. അവിടെയൊക്കെ അവർ പോയി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കാണുന്ന ആളുകൾ അത് മതമായിട്ട് ബന്ധപ്പെടുത്തൊന്നുമല്ല. അതാണ് രസം. ഈ കത്തോലിക്കയിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒന്നും മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ പോകുന്നത്, മറിച്ച് ആ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെയാണ്. കത്തോലിക്ക മാത്രമല്ല, ക്രൈസ്തവ സഭ മുഴുവൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതേപോലെ തന്നെയാണ് പോകുന്നത്. നന്മ, മനുഷ്യൻ്റെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ചെന്ന് അവിടെ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തി കാണുന്ന സമയത്ത് ജാതിമത ഭേദമന്യേ ആളുകൾ ഇതേപോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നു, അതവർ കൈപ്പറ്റുന്നു. മാത്രമല്ല അവരുടെ തന്നെ വിശ്വാസികൾ സ്വയമേ സമർപ്പിച്ചു കൊടുക്കുന്നു. അത് ദൈവത്തിനല്ല കൊടുക്കുന്നത്, ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ആ സഭയ്ക്ക്, സഭയുടെ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നു, അത് വാങ്ങിക്കുന്നു. അതുകൂടാതെ അവരെ കാശ് കൊടുത്ത് മേടിക്കുന്നു. സർക്കാർ തന്നെ ചില സ്ഥലങ്ങളിൽ മുമ്പ്, ഇപ്പോഴല്ല, ഇപ്പോഴത്തെ സർക്കാരുകളൊന്നുമല്ല, മുൻപ് ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പ്രവർത്തനങ്ങൾ വിപുലമാക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും അവർക്ക് സൊസൈറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ആ ഒരു പ്രത്യേക സൊസൈറ്റിക്കോ അല്ലെങ്കിൽ പ്രത്യേക സഭയ്ക്കോ ആ ഇടവകയ്ക്കോ വേണ്ടിയിട്ട് മാത്രമല്ല, ആ ദേശത്തിൻ്റെ മുഴുവൻ ജനത്തിൻ്റെ അനുഭവത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ 2-3 കണക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ആക്ഷേപം ഈ അടുത്ത സമയത്ത് രൂക്ഷമായല്ലോ. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. എനിക്ക് മലപ്പുറം ജില്ലയെക്കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് സുഖിക്കുന്നവനല്ല. കാരണം ഇതെൻ്റെ ജില്ലയാണ്, ഞാൻ ജനിച്ചു വളർന്ന, എന്നെ ഞാനാക്കി തീർത്ത എൻ്റെ ജില്ലയെക്കുറിച്ച് ആരെങ്കിലും അപഖ്യാതി പറയുമ്പോൾ അവർക്കിട്ട് മറുപടി കൊടുക്കാനുള്ള എല്ലാ വസ്തുത എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ക്രൈസ്തവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 1.98% ആണ്. ഈ മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതായിട്ടുള്ള ഈ ജില്ലയിൽ 1.98% ഉള്ള ക്രൈസ്തവർ. പക്ഷേ ഇന്ന് ഈ മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം സ്കൂളുകളും ഭൂരിപക്ഷം കോളേജുകളും ഭൂരിപക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര സ്ഥാപനങ്ങളും എല്ലാം, അതേപോലെ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നാലും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളായിരുന്നാലും കൂടുതൽ ജോലിക്കാരായിട്ടുള്ളതും ക്രൈസ്തവരാ. കാരണം ഈ ദേശത്ത് വിദ്യാഭ്യാസം കൊണ്ടുവന്ന ക്രൈസ്തവരാ. അത് ഇവിടുത്തെ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ആര്യാട് മുഹമ്മദ് സാറിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് പല വേദികളിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നത് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇവിടേക്ക് വന്നതായ ക്രൈസ്തവ സഹോദരങ്ങളാണ് എന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല വേദികളിലും, ഞാനിരുന്ന വേദികളിലും ഞാനിരിക്കാത്ത വേദികളിലും അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അവർക്കെല്ലാം അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്, അവർക്ക് അതിനെക്കുറിച്ചുള്ള ആദരവുണ്ട്. ഇന്നും ആ ആദരവിൽ തന്നെയാണ് അവർ നമ്മൾ ക്രൈസ്തവരോടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള 1.98% വരുന്ന ക്രൈസ്തവർക്ക് ഇന്ന് വരെ ഈ ജില്ലയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താനോ ഇന്ന് വരെ ഈ ജില്ലയിൽ പള്ളി പണിയാനോ ഏതെങ്കിലും ഒരു ആതുര സ്ഥാപനം ആരംഭിക്കുന്നതിനോ ഒരു തടസ്സവും വന്നിട്ടില്ല. അതാ രസം. എന്നിട്ടും പറയുന്നത് എന്താണ്? ഈ ജില്ല എന്തോ വലിയ, നിങ്ങളോടൊക്കെ എന്തോ വലിയ ദ്രോഹം ചെയ്തെന്ന്. അതൊക്കെ പറയുന്ന ആളുകളുടെയൊക്കെ മനക്കെട്ടി, തൊലിക്കെട്ടി, അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ട ആവശ്യം. ഇവരൊക്കെ ശരിക്കും മനുഷ്യരാണോ മാനവരാണോ എന്നൊന്ന് പരിശോധിക്കേണ്ട ആവശ്യം. ഈ ജില്ലയിൽ ക്രൈസ്തവ ജനസംഖ്യ എന്ന് പറയുന്നത് 1.98 ആണ്. അങ്ങനെയുള്ള ഈ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ക്രൈസ്തവ സഭകളാണ് സ്കൂളുകളും കോളേജുകളും. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇവിടെ മലപ്പുറം ജില്ലയുടെ തലസ്ഥാനമായിരിക്കുന്ന മലപ്പുറം തന്നെയാണ്. മലപ്പുറത്ത് നമ്മുടെ സിസ്റ്റേഴ്സിന്റെ മനോഹരമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. എല്ലാ പ്രാവശ്യവും ആ ഹയർ സെക്കൻഡറി
സ്കൂളിനാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ കലാമേളകൾക്കൊക്കെ സമ്മാനം കിട്ടാറുള്ളത്. അവിടെ മുഴുവനും മുസ്ലിം സഹോദരങ്ങൾ ഭൂരിപക്ഷമുള്ള കുറച്ച് ഹിന്ദു സഹോദരങ്ങൾ ഉള്ളിടത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ സ്കൂളുകളും മറ്റ് അവരുടെ എന്തെല്ലാം സ്ഥാപനങ്ങൾ, അവിടെ എല്ലാം ഭൂരിപക്ഷമുള്ളത് മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവരുമാണ്. പക്ഷേ അവിടെ എല്ലാം ക്രൈസ്തവൻ്റെ സാന്നിധ്യവും ക്രൈസ്തവരുടെ സ്കൂളുകളും നടത്താനായിട്ട് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഇവിടെ എല്ലാം ചുറ്റുമുണ്ടെന്നേ. ഈ നിലമ്പൂർ പ്രദേശം തന്നെ നിങ്ങളൊന്ന് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ 7 ഹൈസ്കൂളുകളുണ്ട്. ഈ 7 ഹൈസ്കൂളുകളിൽ 2 ക്രൈസ്തവൻ്റേതാണ്. ബാക്കിയുള്ളതേ ഉള്ളൂ പ്രൈവറ്റും ഗവൺമെൻറ്റും എയ്ഡഡും ഒക്കെ. 1 NSSകാരുടെയാണ്. അപ്പം എനിക്ക് ആദരവോടുകൂടി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈഴവ സമുദായത്തിൽപ്പെട്ട ഏട്ടൻ്റെ സ്കൂളിലാണ് എൻ്റെ 3-4 ക്ലാസ്സുകൾ ഞാൻ പഠിച്ചത്. UP സ്കൂളായിട്ട് ചേർന്നിട്ടൊക്കെ കയറിയിട്ടുണ്ട്. അത് വാങ്ങിയത് അദ്ദേഹം ദിവാകരൻ ചേട്ടൻ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദിവാകരൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ആ സ്കൂളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദിവാകരൻ ചേട്ടൻ സ്കൂൾ വാങ്ങിയത് പൈക്കാടൻ മൂസ എന്ന് പറയുന്ന നാട്ടിലുള്ള ഒരു മൂസാക്കടയിൽ നിന്നാണ്. അത് വാങ്ങിയിട്ട് അദ്ദേഹം അത് UP സ്കൂളായിട്ട് ഉയർത്തി. അവിടെ പഠിക്കുന്നതിൽ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ അറിയാം, ബഹുഭൂരിപക്ഷം മുസ്ലിം കുഞ്ഞുങ്ങളാണ്. NSSകാർ വാങ്ങിയാണ് UP സ്കൂൾ ഉപ്പടയിൽ. അവിടെയാണ് എൻ്റെ UP സ്കൂൾ ഞാൻ പഠിച്ചു കഴിഞ്ഞത്. NSSകാരുടെയാണത്. അവിടെയും പഠിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സുഹൃത്തുക്കളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഒരു ദേശത്തെക്കുറിച്ചൊക്കെ അപഖ്യാതി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോയ കോടാലിയെ പോലെ പറഞ്ഞങ്ങ് പോയാൽ മതി. ഇവിടെ ഐക്യത്തോടുകൂടെയും പരസ്പര സ്നേഹത്തോടുകൂടെയും ജീവിക്കുന്ന ജനത്തിൻ്റെ ഇടയിലേക്കാണ് നിങ്ങൾ കോടാലി എറിഞ്ഞിട്ട് പോകുന്നത്. അത് ശരിയല്ല സുഹൃത്തുക്കളെ. സംഘപരിവാറിൻ്റെ അജണ്ട എന്ന് പറയുന്നത് നമ്മളുടെ ഐക്യമല്ല, നമ്മളുടെ ധ്രുവീകരണമാണ്. ക്രൈസ്തവ സഭ ഓർത്തിരിക്കണം, കേരളത്തിലെ ക്രൈസ്തവർ ഓർത്തിരിക്കണം. ഒരു കാരണവശാലും അവർ നിങ്ങളുടെ തോളിൽ കൈയിടുന്നത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. അവർ നിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഇതുവരെ വരുത്തിയതായിട്ട് ചരിത്രത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കണ്ടറിഞ്ഞെങ്കിൽ ഇല്ലെങ്കിൽ കൊണ്ടറിയുമെന്നുള്ള താക്കീത് തന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത എപ്പിസോഡ് വരെ സ്നേഹത്തോടെ തേക്കടിലച്ചൻ.